ഈ വെടിക്കെട്ടുകാരൻ്റെ വീട്ടിലെ പട്ടിയെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കരുത് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെയാണോ ഈ സംസ്ഥാന സർക്കാർ ഇപ്പോൾ പന്തളം ശബരിമല സംരക്ഷണ സംഗമത്തിൽ പങ്കെടുത്ത സന്യാസി വര്യന്മാർക്കെതിരെ അടക്കം കേസ്, 1-2 പേർക്കെതിരെ കേസ് എടുത്തു എന്നാണ് കേൾക്കുന്നത്, മറ്റു പലർക്കുമെതിരെ കേസ് എടുക്കും എന്നൊക്കെ ഉള്ള വാർത്തകൾ വരുന്നുണ്ട്. ഈ സർക്കാർ വാസ്തവത്തിൽ ഈ പറയുന്നത് പോലെ മരണഭയത്തെ പോലും മറികടന്ന സന്യാസിമാരെ, സർവസംഘ പരിത്യാഗികളായ സന്യാസിമാരെ എന്തർത്ഥത്തിലാണ് ഈ ജയിൽ എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്താൻ വരുന്നത്? ഇത് വല്ലതും നടക്കുന്ന കാര്യമാണ്? എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഇതിൽ കേസ് അല്ലെങ്കിൽ ജയിൽ, കോടതി എന്നൊക്കെ പറഞ്ഞാൽ പേടിക്കുന്ന ആളുകൾ വളരെ കുറവാണ് ധാർമ്മികമായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളിൽ. അവരെ സംബന്ധിച്ചിടത്തോളം ധർമ്മം മാത്രമേ മുൻപിലുള്ളൂ. അവർ അത് പറയും, അതകത്തായാലും പുറത്തായാലും അതവർ പറയും, അവർ പ്രവർത്തിക്കും. എന്ത് കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചാലും അവരതിൽ ഉറച്ചു നിൽക്കും. അധർമ്മത്തോട് സന്ധി ചെയ്യുകയുമില്ല. അത് സന്യാസിമാർ അങ്ങനെ തന്നെയാണ്. നിരവധി ഗൃഹസ്ഥന്മാരെ എനിക്കറിയാം, നിരവധി നേതാക്കന്മാരെ എനിക്കറിയാം, നിരവധി മഹനീയ വ്യക്തിത്വങ്ങൾ അപ്രകാരത്തിലുണ്ട്. അവരെയൊന്നും ഇത്തരത്തിലുള്ള കോടതികൾ, ജയിലറകൾ, കേസുകൾ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ച് ഭീഷണിപ്പെടുത്താൻ വേണ്ടി പറ്റില്ല. അവർ സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും ഒക്കെ തന്നെ നിലപാടുകൾ സ്വീകരിക്കും. ശബരിമല സമരത്തിൽ വിശ്വാസികളുടെ വലിയ സമരം ഉണ്ടായിരുന്നു. സമരം നാമജപ രൂപത്തിലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ നാമജപ സമരത്തെ തുടർന്ന് ആയിരക്കണക്കിന് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടില്ലേ? എന്നിട്ട് ആരെങ്കിലും ശബരിമല വിശ്വാസം ഉപേക്ഷിച്ചോ? ഈ പറഞ്ഞ വാക്കുകളിൽ നിന്ന് പിന്മാറിയോ? ഇല്ല. തൽക്കാലം നിശബ്ദരാക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. പരമാവധി പറ്റിയാൽ തന്നെ പരമാവധി നിശബ്ദരാക്കാൻ വേണ്ടി പറ്റും. പക്ഷെ നിശബ്ദരാക്കിയാലും അവരുടെ ഉള്ളിൽ ഈ ധർമ്മത്തിന് വേണ്ടിയിട്ടുള്ള, നീതിക്ക് വേണ്ടിയിട്ടുള്ള അഭിവാഞ്ച വളരെ ശക്തമായിട്ട് കത്തിക്കൊണ്ടിരിക്കും. പിന്നെ ചില കാര്യങ്ങളിൽ ചില നയപരമായിട്ടുള്ള പിന്മാറ്റങ്ങൾ ചില ആളുകൾ ചെയ്യാറുണ്ട്. അത് എഴുത്തച്ഛനൊക്കെ പറയുന്നത് പോലെ, എഴുത്തച്ഛൻ മാത്രമല്ല, പഴയ നീതിശാസ്ത്രകാരന്മാരെല്ലാവരും, ഔഷനസ് ആണെങ്കിലും ശരി, ശുക്രാചാര്യ ആണെങ്കിലും ശരി, ബൃഹസ്പതി ആണെങ്കിലും ശരി, പിൽക്കാലത്ത് ചാണക്യനാണെങ്കിലും ശരി, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നയപരമായിട്ടുള്ള ചില പിന്മാറ്റങ്ങളൊക്കെ ചില കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതൊന്നും പേടിച്ചിട്ടില്ല. അത് ആ ഉദ്ദേശം നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ്. എഴുത്തച്ഛൻ പറയും, രാമായണത്തിലുണ്ട്, കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥപക്ഷവും അർത്ഥപുരുഷകാരാദി ഭേദങ്ങളും 4 ഉപായങ്ങളും 6 നയങ്ങളും മേലിൽ വരുന്നതും ഒക്കെ നിരൂപിച്ചു വേണം. അങ്ങനെയാണ് ഒരു കാര്യത്തെ നമ്മൾ കൈകാര്യം ചെയ്യാൻ. 4 ഉപായങ്ങൾ സ്വീകരിക്കണം. അല്ലാതെ ശുദ്ധമണ്ടത്തരം കാണിച്ചിട്ട് ധൈര്യമാണ് എന്നല്ല. ഇപ്പോൾ ബോംബ് പൊട്ടുന്നിടത്ത് നെഞ്ചും വിരിച്ചു നിന്നിട്ട് ഞാൻ ധൈര്യശാലിയാണ്, ഞാൻ ഇതൊന്നും പേടിക്കുന്നില്ല എന്ന് പറയുന്നതിലല്ല. ധീരന്റെ പ്രവൃത്തിയല്ല, മണ്ടന്റെ പ്രവൃത്തിയാണ്. ശരീരം ആവശ്യമാണ്. ശരീരം അങ്ങനെ തുലച്ചു കളയേണ്ട കാര്യമല്ല. ശരീരം ആദ്യെങ്കിലും ധർമ്മസാധനം എന്നാണ്. ശരീരം ധർമ്മസാധനമാണ്. വളരെ പ്രസിദ്ധമായ കാളിദാസ ആണ്. അപ്പോൾ അതിനെ അങ്ങനെ തുലച്ചു കളയേണ്ട കാര്യം അല്ല. ആ ശരീരം എന്ന ഉപാധി മുന്നിൽ വെച്ചുകൊണ്ട് അതിനെ നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ എല്ലാ ആളുകൾക്കും പരമപുരുഷാർത്ഥത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയുള്ളൂ. ധർമ്മം തൊട്ട് പരമപുരുഷാർത്ഥം വരെയും എത്താൻ വേണ്ടി കഴിയുള്ളൂ. അതുകൊണ്ട് ശരീരം എന്നുള്ളത് വളരെ മോശപ്പെട്ട കാര്യമൊന്നുമല്ല. ശരീരം, പ്രത്യേകിച്ച് മനുഷ്യ ശരീരം, തീരെ മോശപ്പെട്ട കാര്യമല്ല. താഴെയുള്ള നിലകളിലുള്ള ശരീരങ്ങളിലുള്ള ജീവികൾക്കൊന്നും ഈ പരമപുരുഷാർത്ഥത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയുന്നില്ല. അതുകൊണ്ട് മനുഷ്യ ശരീരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ ധൈര്യം എന്ന് പറയുന്നത് പലപ്പോഴും അതിൻ്റെ മനോഗതി കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം വിലയിരുത്താൻ. സാഹസിക പ്രവൃത്തിയല്ല എന്ന്. സാഹസിക പ്രവൃത്തിയാണ്. സാഹസികം എന്നുള്ളത് സാധുവാണ്. പക്ഷേ നമ്മളെല്ലായ്പ്പോഴും ഈ ചെയ്യുന്ന പ്രവൃത്തിയെ വിലയിരുത്തുന്നത് അതിൻ്റെ പിന്നിലുള്ള മാനസിക നില കൂടി നോക്കിക്കൊണ്ടാണ്. മനഃകൃതം കൃതം രാമ ശരീരകൃതം കൃതം എന്ന് യോഗവാസിഷ്ടത്തിലുണ്ട്. മനസ്സുകൊണ്ട് ചെയ്യുന്നതാണ് രാമ ചെയ്യുന്നത്, അല്ലാതെ ശരീരം കൊണ്ട് ചെയ്യുന്നതല്ല. ഏതുപോലെ എന്നാൽ എനൈ വാലിംഗിത കാന്ത തേനൈ വാലിംഗിത സുധ. എങ്ങനെയാണോ ഭാര്യയെ ആലിംഗനം ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് പുത്രിയെയും ആലിംഗനം ചെയ്യുന്നത്. പക്ഷേ രണ്ടിലെയും പ്രവൃത്തി 2 തരത്തിലാണ്. ഒന്ന് വാത്സല്യമാണ് എങ്കിലും മറ്റൊന്നിൽ പ്രണയമാണ് സ്ഫുരിക്കുന്നത്. അപ്പോൾ പ്രണയം 2 ആലിംഗനമാണ്.
പക്ഷേ മനസ്സുകൊണ്ടാണ് പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നിനും മനസ്സിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ നിലപാടുകൾ സ്വീകരിക്കുന്നതിലുള്ള മനോഗതി ഇത് വളരെ പ്രധാനമാണ്. അതിലുള്ള ചിന്തയും വളരെ പ്രധാനമാണ്. മനസ്സ് എന്നുള്ളത് പോലെ തന്നെ ബുദ്ധിയും വളരെ പ്രധാനമാണ്. അപ്പോൾ ബോംബ് പൊട്ടുന്നിടത്ത് നിന്നിട്ട് നെഞ്ചും വിരിച്ച് നിന്ന് ഞാൻ ധൈര്യശാലിയാണ് എന്ന് കാണിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഏതൊക്കെ ഈ നയപരമായിട്ട് കാര്യങ്ങൾ, നയം എന്ന് പറഞ്ഞാൽ 6 നയങ്ങളുണ്ട്. സന്ധിയാനം, വിഗ്രഹം തുടങ്ങിയിട്ടുള്ള 6 നയങ്ങളുണ്ട്. സാമന്താനം, ഭേദം, ദണ്ഡം എന്നുള്ള ചതുരുപായങ്ങളുണ്ട്. അതിൽ തന്നെ അഭേദോക്തി സാമം എന്ന് തുടങ്ങിയിട്ടുള്ള നിരവധി ഉപവിഭാഗങ്ങളുണ്ട്. ഇതുപോലെ തന്നെ കാലം, ദേശം, അവസ്ഥ, ഇത് നമുക്ക് അനുകൂലമായിട്ടുള്ള കാലമാണോ? അതെ, അവർക്ക് അനുകൂലമായിട്ടുള്ള കാലമാണോ? പറ്റിയ കാലമാണോ? ദേശം, ഇത് എനിക്ക് പറ്റിയ ദേശമാണോ? പല സ്ഥലത്തും പല തരത്തിലുള്ള സ്ട്രാറ്റജി ആയിരിക്കും ഉപയോഗിക്കേണ്ടി വരും. കാലദേശം, അവസ്ഥ, എൻ്റെ അവസ്ഥ എങ്ങനെയാണ്, അവരുടെ അവസ്ഥ എങ്ങനെയാണ്, കാലദേശാവധി പറയുന്നത് ഇവിടെയും ബാധകമാണ്. ആണ്. കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും, അവരുടെ വീര്യം എന്തുണ്ട്, ഇതൊക്കെ നോക്കിയിട്ട് വേണം ഒരു കാര്യം പ്രവർത്തിക്കാൻ. അപ്പോൾ സന്യാസിമാർ ആണ് എങ്കിലും സന്യാസിമാർ എടുത്തുചാടിയിട്ട് പോകുന്നതിൽ അല്ല ധൈര്യത്തിൻ്റെ മാനദണ്ഡം ഇരിക്കുന്നത്. അവർ യുക്തിപൂർവം ഇത്തരത്തിലുള്ള ശാസ്ത്ര വിഷയങ്ങളെ കൂടി പരിഗണിച്ച് സുചിന്തിതമായിട്ട് മന്ത്രവിചാരം ചെയ്ത് എടുക്കുന്ന തീരുമാനങ്ങൾക്കാണ് പ്രസക്തി. തീർച്ചയായിട്ടും ഒരു സന്യാസിമാരും ഒരു വേദാന്തത്തിൻ്റെ തലത്തിൽ നിന്നാൽ ചിന്തിച്ചാൽ ഒരു സന്യാസിമാരും ഇതൊന്നും ജയിലറയും കോടതിയും മറ്റു കാര്യങ്ങളും കണ്ടിട്ടൊന്നും പേടിക്കുന്ന ആളുകളല്ല. അതുകൊണ്ട് പേടിച്ചിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം പോലും കിട്ടില്ല. ഇപ്പോഴും എന്തുകൊണ്ടാണ് ഈ നാട്ടിൽ എതിർ ശബ്ദങ്ങൾ ഉയരുന്നത്? ഇതിനെയൊന്നും പേടിക്കുന്നില്ല. ആധ്യാത്മികമായിട്ടുള്ള തപസ്, അതുപോലെ തന്നെ ധാർമ്മിക ബോധം, ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഭയപ്പെടാതിരിക്കുക എന്നുള്ളത് കൊണ്ടാണ്. ഇത് നീതിപൂർവമായിട്ട് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് നല്ല സാധനമായിട്ട് മാറുന്നത്. അതെ, ഇത് ഏറ്റവും കൂടുതൽ ദുരുപയോഗിക്കാൻ കൂടി സാധ്യതയുള്ളൊരു കാര്യമാണ്. ആ ദുരുപയോഗിക്കപ്പെടും എന്നുള്ള ഭീഷണി കൊണ്ടാണ് പല ആളുകളെയും നിലക്ക് നിർത്താൻ വേണ്ടിയിട്ട് പലരും ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ കാര്യത്തിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, നിശബ്ദമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇത് കൊണ്ടാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ ഒരു കടുപ്പമുണ്ടെങ്കിൽ പല ആളുകളെയും നിശബ്ദരാക്കാൻ വേണ്ടി പറ്റിയേക്കും. പക്ഷെ അതിൻ്റെ അർത്ഥം അതിൽ നിന്ന് പിന്മാറി എന്നല്ല. ശബരിമല സമരം നമ്മൾ കണ്ടതല്ലേ? എത്ര പേര് ശബരിമല അയ്യപ്പന്റെ വിശ്വാസം ഉപേക്ഷിച്ചു? അവസാനം എന്തായി? അവസാനം ഇപ്പോഴെന്താണ്? ഇനി NSSന്റെ താല്പര്യത്തിന് സർക്കാർ വഴിപ്പെട്ടതാണ് എന്നുള്ള NSSന്റെ വാദം ശരിവെച്ചാൽ തന്നെ ഇപ്പോഴ് എവിടെയാ സർക്കാർ വന്ന് എത്തി നിൽക്കുന്നത്? കോംപ്രമൈസ്, അയ്യപ്പനോട് ഇപ്പോഴ് NSS പറയുന്നു ഞങ്ങൾക്ക് വാക്ക് തന്നു, ഞങ്ങൾ ഇപ്രകാരത്തിലുള്ള ആചാര ലംഘനങ്ങളിലൊന്നും പോകില്ല, കഴിഞ്ഞ അധ്യായത്തിന്റെ പേരിൽ ഞങ്ങളെ വേട്ടയാടരുത് എന്ന് പറഞ്ഞു എന്നാണ് NSSന്റെ വാദം. അത് മുഖവിലേക്ക് എടുക്കുക എന്നുള്ളത് അത് പറയാൻ വേണ്ടി കഴിയില്ല. കാരണം ഇനി വരുന്ന ഇലക്ഷനുകളിലേക്കുള്ള ഒരു നയം മാറ്റം, നയപരിവർത്തനം ആകാനുള്ള സാധ്യതയുണ്ട്. പണ്ട് ഇതേ ശബരിമലയുടെ വിഷയത്തിൽ തന്നെ സർക്കാർ അധികാരത്തിൽ വന്നിട്ടുള്ളതാണ് EMSന്റേത്. അത് ഓർമ്മ വേണം. EMS ശബരിമല തീവപ്പിന്റെ കേസ് ആയിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് മേശപ്പുറത്ത് വെക്കുമെന്ന് പറഞ്ഞിട്ട് മുന്നിൽ വന്നിട്ടുള്ള EMS സർക്കാർ വാക്ക് പാലിച്ചോ? ഇല്ല. പിന്നെ ഏതെങ്കിലും സർക്കാർ വാക്ക് പാലിച്ചോ? ഒരു സർക്കാർ ഇല്ല. ഇപ്പൊ ഇതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ ശ്രീ മുഹമ്മദ് റിയാസിനെ മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ളൊരു പ്രതിരോധ നിര ഈ ഹിന്ദു സംഘടനകൾ ഒക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. മുഹമ്മദ് റിയാസിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മുഹമ്മദ് റിയാസിലേക്ക് അധികാരം കേന്ദ്രീകരിക്കുന്ന ഒരു ഭരണവും ഭരണ തുടർച്ചയുമാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു പ്രചാരണം വളരെ സജീവമായിട്ട് പൊതുസമൂഹത്തിലുണ്ട്. ആ ചർച്ചയെ വഴിമാറ്റാൻ വേണ്ടിയിട്ട് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു നയം മാറ്റമാണ് ഈ നയം മാറ്റം. ഇപ്പോഴുള്ള ഈ NSSന് കൊടുത്തു എന്നുള്ള വാഗ്ദാനം കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവരിപ്പോൾ ശ്രീ സുകുമാരൻ നായർക്കെതിരെ നിരവധി വിമർശനങ്ങൾ വന്നപ്പോൾ ആ ഭാഗത്തുനിന്ന് വന്നൊരു വിശദീകരണമാണ് എന്ത്, സർക്കാർ വാക്ക് തന്നിട്ടുണ്ട്, വിശ്വാസികളോടൊപ്പം നിൽക്കും, അത് വിശ്വസനീയമാണ് എന്ന്. അപ്പോൾ അത് ശരിയാണെങ്കിൽ പോലും ഇത് ഒരടവ് നയം മാത്രമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ കഴിയും. അത് അങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിലും അവരുടെ ചരിത്രം അറിയാവുന്ന സാഹചര്യത്തിലും. ഒരു ചോദ്യം കൂടി സ്വാമിജി, ഈ വൈകിയ വേളയിൽ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ സർക്കാർ
നമ്മുടെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അടക്കമുള്ളവർ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കേസൊക്കെ എടുത്ത് ഒരു സന്യാസിക്കും സന്യാസി വര്യന്മാർക്കുമെതിരെ കേസൊക്കെ എടുത്ത് ഈ വിഷയത്തെ കൂടുതൽ ആഴമുള്ള ഒരു മുറിവാക്കി മാറ്റാൻ ശ്രമിക്കും? ഇതിൽ 2-3 വിഷയങ്ങളുണ്ട്. ഇതിൽ 2-3 വിഷയങ്ങളിൽ ഒന്നാമത്തെ കാര്യം, സർക്കാർ കോടതികളിൽ നിലപാട് തിരുത്തിയിട്ടില്ല. രണ്ടാമത്, ഭക്തജനങ്ങൾക്കെതിരായിട്ടുള്ള കേസുകൾ പിൻവലിച്ചിട്ടില്ല. ഇത് രണ്ടും അടിസ്ഥാനപരമായിട്ട് ചെയ്തുകൊണ്ടാണ് സർക്കാർ ഒരു നീക്കം നടത്തിയിട്ടുണ്ടായിരുന്നു എങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ സർക്കാരിൽ ഒരു വിശ്വാസം ഉണ്ടാകുമായിരുന്നു, ഭക്തർക്ക് ഒരു വിശ്വാസം, അല്ലെങ്കിൽ CPM-ൽ ഭക്തർക്ക് ഒരു വിശ്വാസം ഉണ്ടാകുമായിരുന്നു. ഈ ചെയ്ത കാര്യങ്ങളിലൊക്കെ അവർക്ക് ആത്മാർത്ഥമായിട്ടുള്ളൊരു പശ്ചാത്താപമുണ്ട് എന്ന്. അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, സ്വർണ്ണ കേസുകളെല്ലാം വിളിച്ചത് വരികയും ചെയ്തു. അതുകൊണ്ട് ഈ വിഷയത്തിൽ സുകുമാരൻ നായരുടെ അഭിപ്രായം NSSന്റെ മുഴുവൻ നായർ സമൂഹത്തിന്റെ അഭിപ്രായമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ വെള്ളാപ്പള്ളിയുടെ അഭിപ്രായം അവരുടെ കുടുംബത്തിന്റെ താല്പര്യം എന്നുള്ളതിൽ ഉപരിയായിട്ട് മറ്റ് ഈഴവ സമുദായങ്ങളുടെ താല്പര്യം അതിലുണ്ട് എന്ന് തോന്നുന്നില്ല. ഉണ്ടായിരുന്നു എങ്കിൽ ആ അയ്യപ്പ സംഗമത്തിന് ഈ 1,800 പേരെ വെച്ച് നാണം കിടേണ്ട ഗതികേട് സർക്കാരിന് ദേവസ്വം ബോർഡ് ഉണ്ടാവില്ലായിരുന്നു. NSSന്റെ ഒരു 10 കരയോഗങ്ങളോട് അവിടെ എത്താൻ വേണ്ടി പറഞ്ഞാൽ ആ പ്രാദേശികമായിട്ടുള്ള ഘടകങ്ങളോട് ഒരു നിർദ്ദേശം കൊടുത്താൽ, ഞങ്ങളുടെ പ്രതീതി അവിടെ എത്തുന്നുണ്ട്, നിങ്ങളുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ അവരെത്തില്ലേ? അല്ലെങ്കിൽ അവരെത്തിക്കാനുള്ള ഒരു വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് സർക്കാരിനൊരു സംസാരം ഉണ്ടാകാമായിരുന്നല്ലോ. എന്തുകൊണ്ട് SNDP-യിൽ നിന്ന് ആ ഒരു നീക്കം ഉണ്ടായില്ല? ഇതിന്റെ അർത്ഥം ഇതിൽ സുകുമാരൻ നായരുടെ മാത്രം താല്പര്യമാണ്, ഇത് വെള്ളാപ്പള്ളിയുടെ മാത്രം താല്പര്യമാണ്. ഈ ശബരിമല വിഷയത്തിൽ മറ്റേതെങ്കിലും വിഷയങ്ങളിൽ നേതാക്കന്മാരോടൊപ്പം SNDP NSS നിൽക്കുന്നുണ്ടാവുമായിരിക്കും, സംഘടന സമുദായം നിൽക്കുമായിരിക്കും. ശബരിമല വിഷയത്തിൽ ഈ 2 പേരുടെ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടിയിട്ട് നിന്നുകൊടുക്കാൻ നായർ സമുദായമോ ഈഴവ സമുദായമോ തയ്യാറല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് NSS പൊതുസമൂഹത്തെയും നായർ സമുദായങ്ങളെയും സമരത്തിനിറങ്ങിയ കരയോഗങ്ങളെയും വിശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് സർക്കാർ ഇങ്ങനെ വിശ്വാസം രക്ഷിക്കാൻ വേണ്ടിയിട്ട് വാക്ക് തന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ SNDPക്ക് ഞാനാണ് ഇതൊക്കെ നടപ്പിലാക്കിയത് എന്നുള്ള, ഞാനാണ് ഈ മുതലാളി, ഞാൻ പറഞ്ഞിടത്തേക്ക് കാര്യങ്ങൾ വീണ്ടും എത്തുന്നു, ശബരിമല വിഷയത്തിൽ ഇപ്പോഴും ഞാനാണ് പ്രാമാണികൻ എന്നുള്ളൊരു നില കൈക്കൊണ്ടിരിക്കുകയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. ഇത്രയൊക്കെ ഇതിൽ സംഭവിച്ചിട്ടുള്ളൂ. പിന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് അങ്ങ് പറഞ്ഞതുപോലെ ഇപ്പോഴും സത്യസന്ധമായിട്ടുള്ള സമീപനം ആണ് എന്നുപോലെ, സത്യസന്ധമല്ലാത്തൊരു സമീപനമാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോഴ് ഈ കേസുകൾ ഉണ്ടായി വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല എങ്കിൽ ഇനി മുകൾ തട്ടിൽ അങ്ങനെ വല്ല നയവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് താഴെ തട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ കേസെടുത്തിരിക്കുന്നത് പ്രാദേശിക നേതാക്കന്മാരുടെ സമ്മർദ്ദം പ്രകാരവും ഇടപെടൽ പ്രകാരവും അവർ കൊടുത്തിരിക്കുന്ന പരാതി പ്രകാരവുമാണ്. അപ്പോൾ അങ്ങനെ ഒരു പരാതി ഉണ്ടായി വരണമെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കേഡർ സംവിധാനമുള്ള സംഘടനയാണ് എങ്കിൽ ആ മുകളിലെടുത്ത തീരുമാനം താഴെ തട്ടിൽ അറിയേണ്ടതല്ലേ? തീർച്ചയായിട്ടും. കൂടുതൽ ഇത്തരത്തിലെ കാര്യങ്ങൾ വിവാദം ഉണ്ടാക്കേണ്ടതില്ല. അത് ആചാര്യന്മാരിരുന്ന് തീരുമാനിക്കട്ടെ, ആചാര്യന്മാർ പറയട്ടെ, മറ്റാചാര്യന്മാർ അഭിപ്രായം പറയട്ടെ എന്നുള്ളൊരു നിലപാടായിരിക്കും. ഭിന്നാഭിപ്രായമുള്ള പല ആളുകളും നേതാക്കന്മാരും സംസ്കാര നായകന്മാരുണ്ടല്ലോ, ചരിത്രകാരന്മാരുണ്ടല്ലോ. അല്ലാതെ ഈ അഭിപ്രായം പറയുന്നത് കൊണ്ട് കേസെടുക്കാൻ വേണ്ടി സർക്കാർ മുന്നോട്ട് വരില്ലായിരുന്നു. അപ്പം ഇതിൻ്റെ ആശയം സർക്കാരിൻ്റെ നിലപാടിൽ ഒന്നുകിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുണ്ട്, അല്ലെങ്കിൽ തീരെ സത്യസന്ധതയില്ല. ഇപ്പോഴും വഞ്ചനാത്മകമായിട്ടുള്ള ഒരു നിലയിൽ നിൽക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.